രാഷ്ട്രീയ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പിൽ ഇന്നലെ എമ്പുരാൻ റിലീസ് ചെയ്തു. സ്വാഭാവികമായിട്ടും സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണത്തോടുകൂടി തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നല്ലൊരു സിനിമയാണെന്നുള്ള കാര്യത്തിന് അത് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല. കാര്യം അതിന് കുറ്റം പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം മറ്റുള്ള ചില വിവാദങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു വിവാദങ്ങളിലേക്കൊക്കെ പോകണോ എന്ന് എനിക്കറിയില്ല. കാര്യം ആളുകൾ ഇഷ്ടപ്പെട്ടുവോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള അഭിപ്രായമോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ മറ്റൊരു രീതിയിൽ വർഗീയപരമായിട്ടുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ തിരിച്ചു വിടുന്നത് വാർത്തകൾ എനിക്ക് കാണാനിടയായി മാധ്യമങ്ങളിലൂടെ. നമ്മൾ അത്തരത്തിലുള്ള രീതിയിലൊന്നും കാണേണ്ട, ഒരു സിനിമയായിട്ട് കാണുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മളൊരു സിനിമ വന്ന ഇപ്പം സിനിമയിൽ കാണിക്കുന്ന എല്ലാം യാഥാർത്ഥ്യമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് അതിനെയൊക്കെ നമ്മുടെ ജീവിതമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാനൊന്നും പോകേണ്ട കാര്യമില്ല. അത് അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. സിനിമയായിട്ട് കണ്ടിട്ട് നമ്മൾ ഇറങ്ങിപ്പോരുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പം ഞാൻ ഇന്നലെ ഇതിൻ്റെ ഡീഗ്രേഡിങ്ങിനെതിരെ ഒരു വീഡിയോ ചെയ്തപ്പം ഒരു ലാലേട്ടൻ ആരാധകൻ പറയുന്നത് എന്ത് ഡീഗ്രേഡിങ്, ഒരു ഡീഗ്രേഡിങ്ങും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ബുക്ക് മൈ ഷോയിലെ റിസർവേഷനൊക്കെ വളരെ വലിയ രീതിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ട് ഞാനപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഡീഗ്രേഡിങ് ഇല്ല എങ്കിൽ സന്തോഷമെന്ന്. അപ്പോൾ എനിക്കൊരു സംശയം, അദ്ദേഹം ഈ നാട്ടിൽ തന്നെയാണോ ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ അതിന് വ്യക്തമായ മറുപടി ഒന്നും കൊടുത്തില്ല. ഇപ്പോൾ ഡീഗ്രേഡിങ് ഇല്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണെങ്കിൽ ഡീഗ്രേഡിങ് ഇല്ല എന്ന് ഇരിക്കട്ടെ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒരു കാര്യം അംഗീകരിക്കേണ്ടി വരും, സിനിമ മോശമാണെന്നുള്ള ആൾക്കാരുടെ അഭിപ്രായം യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹത്തിന് അംഗീകരിക്കേണ്ടി വരും. ഇനി സിനിമ നല്ലതായിട്ടും ഒരാൾ മോശം പറയുന്നെന്ന് തോന്നിയാൽ അതിനെയാണ് നമ്മൾ പറയുന്നത് മനഃപൂർവ്വം ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കളക്ഷനെ കുറിച്ച് പറയാം. അപ്പോൾ ഒരു കളക്ഷനെ കുറിച്ച് പറയാനാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളക്ഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ ആണോ എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ കാര്യം സാക്നിൽക്ക് ഇന്നലെ ഒരു കളക്ഷൻ പുറത്തു വിട്ടിട്ടുണ്ട്. അതിപ്പോൾ ഒരു ഇന്ത്യയിലുള്ള ഒരു കളക്ഷനെ കുറിച്ച് മാത്രമേ സാക്നിൽക്ക് പറഞ്ഞിട്ടുള്ളൂ. അതൊരു വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നമുക്ക് തൽക്കാലം കൂട്ടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ത്യയിലെ കളക്ഷനായിട്ട് ഇന്നലെ ഫസ്റ്റ് ഡേയിലെ എമ്പുരാൻ്റെ ബോക്സ് ഓഫീസിലുള്ള പ്രകടനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 22 കോടിക്കും 22 കോടി 45 ലക്ഷത്തിനും ഇടയ്ക്കാണ് ഇന്നലെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇന്ത്യയിലെ ബോക്സ് ഓഫീസിൽ, അത് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ നേടിയിരിക്കുന്നത്. അതിനകത്ത് ഏതാണ്ട് 19 കോടി 45 ലക്ഷം രൂപയും മലയാളത്തിൽ നിന്നാണ്. അതായത് 22 കോടി 45 ലക്ഷം അല്ലെങ്കിൽ 22 കോടിക്കകത്ത് ഏതാണ്ട് 19 കോടി 45 ലക്ഷം രൂപയും മലയാളത്തിൽ നിന്നാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1.25 കോടിക്കടുപ്പിച്ച് കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ തെലുങ്കിൽ നിന്നാണ്. അതായത് മലയാളത്തിൻ്റെ 19 കോടി 45 ലക്ഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എമ്പുരാനൊക്കെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്ന തെലുങ്കിൽ നിന്നാണ്. അത് 1 കോടി 25 ലക്ഷത്തിനടുപ്പിച്ചാണ് തെലുങ്കിൽ നിന്നുള്ള അതിൻ്റെ ഒരു കളക്ഷൻ വന്നതായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഹിന്ദി, തമിഴ്, കന്നഡ ബോക്സ് ഓഫീസുകളിൽ വളരെ നിരാശാജനകമായിട്ടുള്ളൊരു പെർഫോമൻസാണ് എമ്പുരാൻ്റെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഈ മൂന്നിടത്തൂടെ തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നും തമിഴിൽ നിന്നും കൂടെ ഇന്നലെ വന്നിരിക്കുന്ന ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 1 കോടി 35 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും വളരെ നിരാശാജനകമായിട്ടുള്ളൊരു പെർഫോമൻസാണ് ആ 3 ഭാഷകളിൽ കാഴ്ചവെക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടില്ല. നമുക്കിപ്പോൾ എപ്പോഴും അറിയാം, നമ്മുടെ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ സിനിമ കളക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഓവർസീസിൽ നിന്നായിരിക്കണം. അപ്പോൾ ഓവർസീസ് കളക്ഷൻ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. കാര്യം ഇതിപ്പം അവർ എടുത്തെടുത്ത് ഇന്ത്യയിലെ കളക്ഷനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത് ഇന്ത്യൻ കളക്ഷൻ മാത്രമേ ഉള്ളൂ. ഒരു വൈകുന്നേരത്തോടുകൂടി മാത്രമേ ഒരു പക്ഷേ ഓവർസീസ് കളക്ഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വരാൻ സാധ്യതയുള്ളൂ. പിന്നെ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയും കോഴിക്കോടും പോലുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെ നമ്മുടെ മലയാളത്തിൽ ഇന്നലത്തെ എമ്പുരാൻ്റെ ആദ്യത്തെ ദിനത്തിലെ പ്രദർശനം എന്ന് പറയുന്നതിൻ്റെ 60% ഒക്കുപ്പൻസിയിലായിരുന്നു എന്ന് അവർ പറയുന്നു. പക്ഷേ ബുക്ക് മൈ ഷോയിൽ ഒട്ടുമിക്ക സീറ്റുകളും ഫുള്ളായിട്ടാണ് നമ്മൾ കണ്ടത്. എനിക്ക് തോന്നുന്നു ചിലപ്പം റിസർവേഷൻ സീറ്റ് കൊടുക്കാത്തടത്ത് ഉള്ള രണ്ടും കൂടെ കൂട്ടിയിട്ടാണല്ലോ ഒരു തിയേറ്ററിൻ്റെ കപ്പാസിറ്റി എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഏതാണ്ട് 60% ഒക്കുപ്പൻസിയിലാണ് ഇന്നലത്തെ എമ്പുരാൻ്റെ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ, കേരളത്തിലുള്ള കളക്ഷൻ പോകുന്നതെന്നാണ് സാക്നിൽക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും കൂടുതൽ കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ച് അതിൻ്റെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കും. താങ്ക് യു.